റൈറ്റ് സൈഡിൽ വരുന്ന h1 h2 എക്സെട്ര എല്ലാം 0 ആണെങ്കിൽ അത്തരം ഇക്വേഷൻസിനെയാണ് നാം ഹോമോജിനിയസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0, 2x മൈനസ് 3y ഈക്വൽ ടു 0 എന്ന ഇതൊരു ഹോമോജിനിയസ് സിസ്റ്റം ആണ്. കാരണം ഇവിടെയുള്ള ഈ h1 ഉം h2 0 ആണ്. ഇങ്ങനെ മെട്രിക്സ് നൊട്ടേഷനിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 1 1, 2 മൈനസ് 3, എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ, എച്ച് എന്ന് പറയുന്നത് 0 0. ഈ എച്ച് എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആണെങ്കിലാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ആ സിസ്റ്റത്തിന് AX ഈക്വൽ ടു എച്ച് എന്ന് എഴുതാലോ. ഈ എച്ച് എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആകുമ്പോഴാണ് അത്തരം സിസ്റ്റത്തെയാണ് നമ്മൾ ഹോമോജിനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓരോ ഇക്വേഷനും ഹോമോജിനിയസ് ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത്. ഈ ഹോമോജിനിയസ് ഇക്വേഷൻസിന്റെ പ്രത്യേകത അതിന് എല്ലായ്പ്പോഴും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എക്സ് ഈക്വൽ ടു ഈ സിസ്റ്റം തന്നെ എടുത്താൽ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അതിന്റെ ഒരു സൊല്യൂഷനാണ്. അതിനെ നാം ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ നോൺ ഹോമോജിനിയസ് സിസ്റ്റത്തിന് 3 സാധ്യതകളുണ്ട്. സൊല്യൂഷൻ ഇല്ലാതിരിക്കാം, യുണീക് സൊല്യൂഷൻ ആവാം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആവാം. അതേസമയം ഹോമോജിനിയസ് സിസ്റ്റത്തിന് 2 സാധ്യതകൾ മാത്രമേ ഉള്ളൂ. യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രിവിയൽ സൊല്യൂഷൻ മാത്രം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ലാതിരിക്കുക എന്ന സിറ്റുവേഷൻ ഹോമോജിനിയസ് ഇക്വേഷൻസിന് അല്ലെങ്കിൽ ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഉണ്ടാവില്ല. ഹോമോജിനിയസ് സിസ്റ്റം എല്ലായ്പ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. കൺസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാവുക എന്നാണ് അർത്ഥം. ഹോമോജിനിയസ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസിസ്റ്റന്റ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള എ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് AX ഈക്വൽ ടു 0. AX എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആയിരിക്കും. അതിനെ സിസ്റ്റം ഓഫ് ഹോമോജിനിയസ് ഇക്വേഷൻസ് എന്ന് പറയും. നമുക്കറിയാം ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും റാങ്ക് ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് A ആണ്, ഓഗ്മെന്റഡ് മെട്രിക്സ് A 0 ആണ്. അപ്പൊ ആ റൈറ്റ് സൈഡിലുള്ള കോളം ഒഴിവാക്കിയാലും നമുക്ക് ഒരേ റാങ്ക് തന്നെയാണ് എല്ലായ്പ്പോഴും ലഭിക്കുക. കാരണം റൈറ്റ് സൈഡിൽ എല്ലായ്പ്പോഴും ആ റൈറ്റ് സൈഡിലെ കോളം 0 ആണ്. അപ്പൊ അതുകൊണ്ട് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും റാങ്ക് എല്ലായ്പ്പോഴും ഈക്വൽ ആണ്. അതായത് സിസ്റ്റം എല്ലായ്പ്പോഴും കൺസിസ്റ്റന്റ് ആണ്. ട്രിവിയൽ സൊല്യൂഷൻ ആണ് നമുക്ക് എല്ലായ്പ്പോഴും ഉള്ള സൊല്യൂഷൻ ആയിട്ട് പറയാനായിട്ട് സാധിക്കുക. ഇനി ഈ A എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് n ആണെന്ന് കരുതുക. n അൺനോൺസ് ഉണ്ടെന്ന് കരുതുക. റാങ്ക് n ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഈ ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഉണ്ടാകൂ. നമ്പർ ഓഫ് അൺനോൺസും റാങ്കും ഈക്വൽ ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്പർ ഓഫ് അൺനോൺസും റാങ്കും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഉണ്ടാകൂ. റാങ്ക് നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ കുറവാണെങ്കിൽ r<n ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഹോമോജിനിയസ് സിസ്റ്റത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടാവും. ആ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് n-r അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഒരു ഹോമോജിനിയസ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് <n നമ്പർ ഓഫ് അൺനോൺസ് ആവുക എന്നതാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആവുക എന്നതാണ്. അത് ഡിറ്റർമിനന്റ് പറയണമെങ്കിൽ നമ്പർ ഓഫ് ഇക്വേഷൻസും നമ്പർ ഓഫ് അൺനോൺസും ഈക്വൽ ആവണം. അതാണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ദാറ്റ് എ സിസ്റ്റം ഓഫ് n homogeneous equations in n unknowns has a solution other than the trivial solution is determinant A equal to 0. കാരണം ഡിറ്റർമിനന്റ് A equal to 0 ആയാൽ റാങ്ക് n ആവില്ല, റാങ്ക് സ്ട്രിക്ട്ലി ലെസ് ദാൻ n ആവും. റാങ്ക് സ്ട്രിക്ട്ലി ലെസ് ദാൻ n ആണെങ്കിൽ അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതാണ് ഹോമോജിനിയസ് ഇക്വേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രക്രിയയൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പ്രക്രിയകൾ തന്നെയാണ്, അല്ലെങ്കിൽ അതേ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. ഉദാഹരണത്തിന് ഈ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ x1 plus x2 plus x3 plus x4 equal to 0, x1 plus 3x2 plus 2x3 plus 4x4 equal to 0, 2x1 plus x3 minus x4 equal to 0. 4 അൺനോൺസും 3 ഇക്വേഷൻസും ആണ്. ഹോമോജിനിയസ് സിസ്റ്റം ആണ്. കാരണം ഈ x എന്ന് പറയുന്നതിൽ 0 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. ഓഗ്മെന്റഡ് മെട്രിക്സ് AH എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുമ്പോൾ 1 1 1 1 0, 1 3 2 4 0, 2 0. അത് മറക്കരുത്, ഈ x2ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ഇല്ല, അതുകൊണ്ട് അവിടെ 0 1 -1 0. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ കാനോനിക്കൽ ഫോമിലേക്ക് മാറ്റാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് R2 ഈസ് ചേഞ്ച്ഡ് ടു R2 - R1 ആണ്.
അതുപോലെ R3 ഈസ് ചേഞ്ച് ടു R3 മൈനസ് 2R1. അപ്പൊ നോക്കൂ, ആദ്യത്തെ റോ അങ്ങനെ തന്നെ എഴുതി. രണ്ടാമത്തെ റോ R2 മൈനസ് R1. അപ്പൊ 1 മൈനസ് 1 0, 3 മൈനസ് 1 2, 2 മൈനസ് 1 1, 4 മൈനസ് 1 3, 0 മൈനസ് 0 0. R3ക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? ഫസ്റ്റ് റോയെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് ടേംസുമായിട്ട് തേർഡ് റോയിലെ കറസ്പോണ്ടിങ് ടേംസുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 0. ഇവിടെ -2 പ്ലസ് 0 -2, -2 പ്ലസ് 1 -1, -2 പ്ലസ് -1 -3. ഇവിടെ 0 പ്ലസ് 0 0. Then അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ശരിക്കും അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ഇവിടത്തെ ഉള്ള ഈ 2-നെ 1 ആക്കുകയാണ് വേണ്ടത്. അവരത് അതിനു മുമ്പ് ഇവിടെ 0 ആക്കി, അത് കാൽക്കുലേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ അല്ലാതെ തന്നെ ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. അതുകൊണ്ട് 1 1 1 1 0. ഇനി എന്ത് എഴുതുന്നു? 0 1 1/2 3/2 0 0 -2 -1 -3 0. അതായത് ഇതെന്താ ചെയ്തതെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആദ്യം കിട്ടിയ ഈ മെട്രിക്സില് R2 ഈസ് ചേഞ്ച് ടു നോട്ട് ദിസ് മെട്രിക്സ്. ഈ മെട്രിക്സില് R2 ഈസ് ചേഞ്ച് ടു 1/2 R2. അതാണ് ചെയ്തത്. ആൻഡ് ദെൻ നമുക്ക് ദാ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ദിസ് ഈസ് ഈക്വലന്റ് ടു, ഇനി എന്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ R1 ഈസ് ചേഞ്ച് ടു R1 മൈനസ് R2. എന്ത് വരും? 1 0. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2. 1 മൈനസ് 3/2 എന്ന് പറഞ്ഞാൽ -1/2. 0 1 1/2 2 0. Then R3 is changed to R3 plus 2R2. So 0 0. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 1/2 എന്ന് പറയുന്നത് 1 ആണ്. 1 plus -1 0. പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 plus -3 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ നമുക്ക് കാനോനിക്കൽ ഫോം ആയി കഴിഞ്ഞു. അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് ഓഫ് AH എന്ന് പറയുന്നത് എത്ര നോൺ സീറോ റോസ് ഇതിനുണ്ട് എന്ന് നോക്കിയാൽ മതി. 2 നോൺ സീറോ റോസ് ആണ്. റാങ്ക് ഓഫ് A കോഎഫിഷ്യന്റ് മെട്രിക്സ് നോക്കുമ്പോൾ ഈ അവസാനത്തെ കോളം ഇല്ലാന്ന് സങ്കല്പിക്കണം. അവസാനത്തെ കോളം ഇല്ലാന്ന് സങ്കല്പിച്ചാലും റാങ്ക് 2 തന്നെയാണ്. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സിന് ഈക്വൽ ആയതുകൊണ്ട് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. മാത്രമല്ല R എന്ന് പറയുന്നത് ലെസ് ദാൻ n ആണ്. R2 ലെസ് ദാൻ 3 ആണ്. അതുകൊണ്ട് ഇതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എങ്ങനെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയും? ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? x1 പ്ലസ് 1/2 x3 മൈനസ് 1/2 x4 ഈക്വൽ ടു 0. x2 നമ്പർ ഓഫ് അൺനോൺസ് 3 അല്ല, നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്. കാരണം x1 x2 x3 x4 ആണ്. ഓക്കെ, എനിവേ R ലെസ് ദാൻ n ആണ്. then x2 plus 1/2 x3 plus 3/2 x4 equal to 0. x1 plus 1/2 x3 minus 1/2 x4 equal to 0. x2 plus 1/2 x3 plus 3/2 x4 equal to 0. അപ്പോൾ ഇവിടെ രണ്ട് അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കണം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x3ക്ക് a എന്നും x4ന് b എന്നും കൊടുക്കുക. രണ്ട് കോൺസ്റ്റന്റ്സിന് ആർബിട്രറി വാല്യൂസ്, രണ്ട് വേരിയബിൾസിന്, രണ്ട് അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കണം. കാരണം 4 - 2 4 ആണ് നമ്പർ ഓഫ് അൺനോൺസ്. റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എന്താ സൊല്യൂഷൻ കിട്ടുക? x1 എന്ന് പറയുന്നത് -1/2a പ്ലസ് 1/2b എന്ന് കിട്ടും. x2 എന്ന് പറയുന്നത് -1/2a മൈനസ് 3/2b. x3 എന്ന് പറയുന്നത് a വരും, x4 എന്ന് പറയുന്നത് b വരും. a and b can be any value. അതാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. So the complete solution of the system is x1 equal to -1/2a plus 1/2b, x2 equal to -1/2a minus 3/2b, x3 equal to a, x4 equal to b. Is that clear?
Yes, sir. Now, let us discuss a few more problems. So, the first problem is x1 minus 2x2 plus 3x3 equal to 0. 2x1 plus 5x2 plus 6x3 equal to 0. ഈ 4 പ്രോബ്ലവും ഹോമോജിനിയസ് ഇക്വേഷൻസ് ആയിട്ടുള്ളതാണ്. സോ ഒന്നാമത്തെ പ്രോബ്ലം എഴുതുന്നു. ഒന്നാമത്തെ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് 1 -2 3 0 2 5 6 0. പതിവ് പോലെ തന്നെ ചെയ്യുന്നു. ഞാനിവിടെ എന്താണ് ഓപ്പറേഷൻ എന്ന് എഴുതിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ എഴുതാൻ വേണമെങ്കിൽ R2 ഈസ് ചേഞ്ച്ഡ് ടു R2 മൈനസ് 2R1. അതാണ് ഇവിടെ ചെയ്തത്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത് R2 ഈസ് ചേഞ്ച്ഡ് ടു 1/9 R2. അതാണ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത് R1 ഈസ് ചേഞ്ച്ഡ് ടു R1 പ്ലസ് 2R2. ഈ എലമെന്റിനെ 0 ആക്കാനാണ് ശ്രമിച്ചത്. ഇവിടെ ഈ എലമെന്റിന് ആദ്യത്തെ സ്റ്റെപ്പില് ഈ 2വിനെ 0 ആക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അതാണ് ഇങ്ങനെ എഴുതിയത്. അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത് ഈ 9നെ 1 ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ എൻട്രി 1 ആണല്ലോ വരേണ്ടത്. അതാണ് 1/9 കൊണ്ട് മൾട്ടിപ്ലൈ. ദെൻ ഈ എലമെന്റിനെ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് R1 പ്ലസ് 2R2 എന്ന റോ ഓപ്പറേഷൻ, എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്തി. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, AHന്റെ റാങ്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് അത് 2 ആണ്. എയുടെ റാങ്ക് അവസാനത്തെ കോളം ഒഴിവാക്കി എത്ര നോൺ സീറോ റോസ് ഉണ്ട് നോക്കും, അപ്പോൾ 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് AHും ഈക്വൽ ആണ്. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം എല്ലായ്പ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഈ റാങ്കും നമ്പർ ഓഫ് അൺനോൺസും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ മതി. ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു അൺനോണിന് ആർബിട്രറി വാല്യൂ കൊടുക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഈ അവസാനം കിട്ടിയ കാനോണിക്കൽ ഫോമിൽ നിന്ന് നമുക്ക് x1 പ്ലസ് 3x3 ഈക്വൽ ടു 0 ആണെന്നും x2 ഈക്വൽ ടു 0 ആണെന്നും കിട്ടും. x1 പ്ലസ് 3x3 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0. സോ നമുക്ക് x3ക്ക് a എന്ന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x1 ഈക്വൽ ടു -3a, x2 ഈക്വൽ ടു 0, x2 എപ്പോഴും 0 തന്നെ, x3 ഈക്വൽ ടു a എന്ന് നമുക്ക് ആൻസർ കിട്ടും. Is that okay? Yes, sir. Now we move to the next problem. Problem B. ഇതാണ് ഹോമോജിനിയസ് സിസ്റ്റം ആണ്. 2 -1 3 0. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 -1 3 0. Then 3 2 1 0. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 2 1 0. Then 1 -4 5 0. 1 -4 5 0. Then the operation, ഇവിടെ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് R1ഉം R3യും ഇന്റർചേഞ്ച് ചെയ്തതാണ്. R1ഉം R3യും. കാരണം ഈ ആദ്യത്തെ എലമെന്റാണല്ലോ 1 ആക്കണ്ടേ. കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ഫ്രാക്ഷൻ വരണ്ടാന്നുള്ളത് ഇവിടെ ഓൾറെഡി ഒരു 1 ഉള്ളതുകൊണ്ട് R1ഉം R3യും ഇന്റർചേഞ്ച് ചെയ്തു. ദെൻ ഇവിടെ എന്ത് ചെയ്തു? R2 ഈസ് ചേഞ്ച് ടു R2 മൈനസ് 3 R1. അതുപോലെ R3 ഈസ് ചേഞ്ച് ടു R3 മൈനസ് 2 R1. ഇവിടെ ചെയ്തത് R2 ഈസ് ചേഞ്ച് ടു 1/14 R2. 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് R1 ഈസ് ചേഞ്ച് ടു R1 പ്ലസ് 4 R2. ഇവിടുത്തെ ഈ -4നെയാണ് 0 ആക്കാൻ ശ്രമിച്ചത്. അതുപോലെ R3 ഈസ് ചേഞ്ച് ടു R3 മൈനസ് 7 R2. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് AHും 2 ആണ് എന്ന് കിട്ടും. നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. അപ്പോൾ ഒരു അൺനോണിന് ആർബിട്രറി വാല്യൂ കൊടുക്കണം. എങ്ങനെ അത് കണ്ടുപിടിക്കാം? x1 പ്ലസ് x3 ഈക്വൽ ടു 0, x2 minus x3 equal to 0. So the easy way is to substitute x3 equal to a. Equal to a എന്ന് substitute ചെയ്താൽ x1 equal to -a, x2 equal to a എന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടും. That is problem B. Problem C നോക്കിയാൽ അതും അഗെയിൻ ഹോമോജിനിയസ് സിസ്റ്റം ആണ്. 3 അൺനോൺസ് 3 ഇക്വേഷൻസും ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതിയാൽ will be getting like this. ആണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. R2 is changed to R2 minus 2 R1. അതുപോലെ R3 is changed to R3 minus 3 R1 എന്ന എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയാൽ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. ദെൻ ഇവിടെ ചെയ്തത് R2വിനെ -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ R3 is changed to മൈനസ്, ആൻഡ് ഓഫ് കോഴ്സ് R3യെയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ വലിയ സംഖ്യകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് R3യെ നമ്മൾ -1/4 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചെറിയ നമ്പറുകളാക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് R1 ഈസ് ചേഞ്ച് ടു R1 മൈനസ് 2R2, അതുപോലെ R3 ഈസ് ചേഞ്ച് ടു R3 മൈനസ് R2. So we'll get the canonical form like this. ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ എലമെന്റ് 1 ആയി, ഇവർ രണ്ടുപേരെയും 0 ആക്കാൻ വേണ്ടിയിട്ട് R1 ഈസ് ചേഞ്ച് ടു R1 മൈനസ് R3 ആൻഡ് R2 ഈസ് ചേഞ്ച് ടു R2 മൈനസ് R3. അത് ചെയ്തിട്ടാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ AHന്റെ റാങ്കും എയുടെ റാങ്കും 3 ആണ് എന്ന് കിട്ടും. അത് തന്നെയാണ് നമ്പർ ഓഫ് അൺനോൺസ്. അതിന്റെ അർത്ഥം ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നാ. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയാൽ എന്ത് മനസ്സിലാവും? x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0, x3 ഈക്വൽ ടു 0. അത് മാത്രമേ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാകൂ. There are no non-trivial solutions. Is that okay? Sir. ഈ നാലാമത്തെ പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. അത് 4 അൺനോൺസും 4 ഇക്വേഷൻസും ആണുള്ളത്. അതിന്റെ ആൻസർ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അവിടെ അതിന്റെ റാങ്ക് 2 എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ 2 അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം 4 അൺനോൺസ് ആണുള്ളത്. റാങ്ക് 2 എന്ന് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. കാനോണിക്കൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ 2 അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് x2 ഈക്വൽ ടു a എന്നും x4 ഈക്വൽ ടു b എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സൊല്യൂഷൻ കിട്ടും. അതാണ് ഹോമോജിനിയസ് ഇക്വേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇസ് ദാറ്റ് ഓക്കെ? സർ, ഈ ആർബിട്രറി വാല്യൂ കൊടുക്കുന്ന ഏതിന് കൊടുക്കാം? ഏതിന് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഏതിന് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ പ്രോബ്ലം നോക്കൂ. ഇതിൽ x2ന് ആർബിട്രറി വാല്യൂ കൊടുക്കാൻ പാടില്ല. കാരണം x2 ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. x1ന് വേണമെങ്കിൽ ആർബിട്രറി വാല്യൂ കൊടുക്കാം. x3ക്ക് കൊടുക്കുന്നതിന് പകരം x1 ഈക്വൽ ടു a എന്ന് എഴുതിയാൽ x3 ഈക്വൽ ടു മൈനസ് a/3 എന്ന് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇപ്പൊ ഇതിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഈ x1ന് കൊടുക്കാം. പക്ഷെ അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക x3ക്ക് കൊടുക്കുമ്പോഴാണ്. കാരണം ഈ x3 രണ്ടെണ്ണത്തിലും വരുന്നുണ്ട്. അപ്പൊ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും കഴിഞ്ഞാൽ x1നാണ് a കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് x3 എന്ന് പറയുന്നത് മൈനസ് a എന്ന് വരും. ആ മൈനസ് എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ x2ന്റെ വാല്യൂ കിട്ടും. പ്രശ്നമൊന്നുമില്ല. പക്ഷെ രണ്ടിലും x3 ഉള്ളത് കൊണ്ട് നമ്മൾ x3ക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഇല്ല. ഏത് പ്രോബ്ലം ചെയ്തത്? ഈ പ്രോബ്ലത്തില് നമുക്കിതാ ഇങ്ങനെയാണല്ലോ കിട്ടുന്ന അവസാനം. ഇതിനകത്ത് നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന രണ്ടുപേർക്ക് കൊടുക്കണമല്ലോ. ഈ 2 ഇക്വേഷൻസ് എടുക്കുമ്പോൾ ഈ 2 ഇക്വേഷൻസിനും നമുക്ക് x3യും x4ഉം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് x3ക്കും x4നും വാല്യൂ കൊടുത്താൽ പെട്ടെന്ന് അതിൽ നിന്ന് x1 x2 എഴുതാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ പിന്നെയും കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സൗകര്യപ്രദമായിട്ടുള്ളത് x3 x4 ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. Then now we move to the discussion of eigenvalues. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയും. ഐഗൻ വാല്യൂസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. A ഒരു n/n മെട്രിക്സ് ആണെന്ന് കരുതുക. ലാംഡ ഒരു സ്കേലാർ, ലാംഡ ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലാംഡ ഒരു സ്കേലാർ. I എന്ന് പറയുന്നത് n/n ഐഡന്റിറ്റി മെട്രിക്സ്. അങ്ങനെയെങ്കിൽ A മൈനസ് ലാംഡ I എന്ന മെട്രിക്സിനെ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ഓഫ് A എന്ന് വിളിക്കും. A മൈനസ് ലാംഡ I എന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് A എന്ന് വിളിക്കും. ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്ന ഇക്വേഷനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് A എന്ന് വിളിക്കും. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ട്സിനെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് A എന്ന് വിളിക്കും. ഈ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സിന്റെ മറ്റു പേരുകളാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്, ഐഗൻ വാല്യൂസ്, ലേറ്റന്റ് വാല്യൂസ്, പ്രോപ്പർ വാല്യൂസ്, സ്പെക്ട്രൽ വാല്യൂസ് തുടങ്ങിയവ. ഒരു സ്ക്വയർ മെട്രിക്സ് A എന്ന് പറയുന്ന ഒരു n/n സ്ക്വയർ മെട്രിക്സ്, ലാംഡ ഒരു സ്കേലാർ, I n/n ഐഡന്റിറ്റി മെട്രിക്സ്. A മൈനസ് ലാംഡ I എന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ഓഫ് A. ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I അതൊരു പോളിനോമിയൽ ആയിരിക്കും. ആ പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ്, പോളിനോമിയലിൻ ലാംഡ ആയിരിക്കും. അത് ലാംഡ എന്ന് പറയുന്നതിലുള്ള പോളിനോമിയൽ ആയിരിക്കും. ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I അതിനെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് A. ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 അതൊരു ഇക്വേഷൻ ആണ്, പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും. അതിനെ വിളിക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് A. അതിന്റെ റൂട്ട്സിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് A എന്ന് പറയുന്നത് 1 3 0 2 എന്ന 2/2 മെട്രിക്സ് ആണ് എന്നിരിക്കട്ടെ. ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ഓഫ് A എന്ന് പറഞ്ഞാൽ A മൈനസ് ലാംഡ I. ലാംഡ ക്യാൻ ബി എനി സ്കേലാർ. A മൈനസ് ലാംഡ I എന്ന് പറഞ്ഞാൽ 1 3 0 2 മൈനസ് ലാംഡ 2/2 ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് 1 മൈനസ് ലാംഡ 3 0 2 മൈനസ് ലാംഡ. ലാംഡ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണല്ലോ. അതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ഓഫ് എ. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ഓഫ് എയുടെ ഡിറ്റർമിനന്റ്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് 1 മൈനസ് ലാംഡ 3 0 2 മൈനസ് ലാംഡ. നത്തിങ് ബട്ട് 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ. അതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ. ക്യാരക്ടറിസ്റ്റിക് അതായത് ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ പ്ലസ് 2 എന്നൊക്കെ എഴുതാൻ വേണമെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാലോ ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടിയല്ലോ, ദാറ്റ് ഈക്വൽ ടു 0. ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. ദെൻ ഐഗൻ വാല്യൂസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ട്സ്. ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ലാംഡ ഈക്വൽ ടു 1, ലാംഡ ഈക്വൽ ടു 1ഉം 2ഉം ആണ് അതിന്റെ റൂട്ട്സ്. അപ്പോ തന്നിട്ടുള്ള മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് ഈ 1 3 0 2 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് ആണ് 1ഉം. Is that okay? Yes, sir. Yes, sir. 2 3 4 5 6 5 2 3 4 5 ഈ പ്രോബ്ലംസിന്റെ ഒക്കെ തന്നെ ഈ മാതൃകയിൽ നിങ്ങൾക്ക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ആദ്യം അതിന്റെ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എഴുതുക, അത് കഴിഞ്ഞ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതുക, പിന്നീട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക, പിന്നെ അതിന്റെ റൂട്ട്സ് കണ്ടുപിടിച്ച് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ് കാണുക. 2 3 4 5 നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം, 1 2 പ്രോബ്ലം കൂടി ഇവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. 6ാമത്തെ പ്രോബ്ലം അതൊരു 3/3 മെട്രിക്സ് ആണ്. 5 1 മൈനസ് 1 1 3 മൈനസ് 1 1 മൈനസ് 1 3. എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിനന്റ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിനന്റ് അത് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഈ എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞാലേ ഈ എ തന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ ഈ ഡയഗണൽ എൻട്രീസിലൊക്കെ ലാംഡ കൊണ്ട് കുറയ്ക്കണം, ബാക്കിയെല്ലാം അതേപോലെ തന്നെ നിൽക്കും. അതാണ് സംഭവിക്കുക എ മൈനസ് ലാംഡ ഐ എഴുതുമ്പോൾ. കാരണം ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 0 1 0 0 0 1 ആണ്. അപ്പൊ ലാംഡ ഐ എന്ന് പറഞ്ഞാൽ ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ ആണ്. അപ്പൊ കുറയ്ക്കുമ്പോൾ ആ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ അവിടെ മാത്രമേ നോൺ സീറോ എലമെന്റ്സ് വരുന്നുള്ളൂ. അപ്പൊ അത് മാത്രം കുറച്ചാൽ മതി. അതാണ് ഇവിടെ ഒറ്റയടിക്ക് എഴുതിയിട്ടുള്ളത്. 5 മൈനസ് ലാംഡ 1 മൈനസ് 1 1 3 മൈനസ് ലാംഡ മൈനസ് 1 1 മൈനസ് 1 3 മൈനസ് ലാംഡ. 3/3 മെട്രിക്സ് ആണ്, സൂക്ഷിച്ച് ചെയ്യണം. ഇതിന്റെ ഡിറ്റർമിനന്റ് എഴുതണം. 5 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ മൈനസ് 1 മൈനസ് 3 മൈനസ് ലാംഡ പ്ലസ് 1 മൈനസ് 1. ഇവിടെ മൈനസ് 1 ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ്. മൈനസ് 1 മൈനസ് 3 മൈനസ് ലാംഡ. നമുക്ക് അതിന് 5 മൈനസ് ലാംഡ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 8 എഴുതാം. മൈനസ് ഇതിനെ 4 മൈനസ് ലാംഡ എന്ന് എഴുതാം, ഇതിനെ ലാംഡ മൈനസ് 4 എന്ന് എഴുതാം. അതായത് 5 മൈനസ് ലാംഡ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ മൈനസ് 4 ഇവിടെ പ്ലസ് 4 ഉണ്ട്, ഇവിടെ ലാംഡ മൈനസ് ലാംഡ ഉണ്ട്, ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 5 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 8 ഉണ്ട്. ഈ ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 8നെ നമുക്ക് ലാംഡ മൈനസ് 4 ഇൻറ്റു ലാംഡ മൈനസ് 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 4 ഇൻറ്റു ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0. അതായിരിക്കും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതുകൊണ്ട് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 5 4 2 ആയിരിക്കും. കാരണം 5 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 4 ഇൻറ്റു ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0 ആണ്. ഒന്നുകിൽ 5 മൈനസ് ലാംഡ 0 ആവണം, അതായത് ലാംഡ ഈക്വൽ ടു 5, അല്ലെങ്കിൽ ലാംഡ മൈനസ് 4 0 ആവണം, അതായത് ലാംഡ ഈക്വൽ ടു 4, ലാംഡ മൈനസ് 2 0 ആവണം, അതായത് ലാംഡ ഈക്വൽ ടു 2. Is that okay? Yes, sir. അതുപോലെ ഇത് 7ാമത്തെ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. ഫൈൻഡ് ഐഗൻ വാല്യൂസ് ഓഫ് 0 മൈനസ് 1 1 0. 2/2 മെട്രിക്സ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ 2/2 മെട്രിക്സ് ഒരെണ്ണം മാത്രം ഇലിസ്ട്രേറ്റ് ചെയ്തത്. ബാക്കി നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഈ 3/3 മെട്രിക്സ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഈ എക്സാമ്പിൾ കാണാം. ഫൈൻഡ് ഐഗൻ വാല്യൂസ് ഓഫ് 3 1 മൈനസ് 1 2 2 മൈനസ് 1 2 2 0. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ, അതായത് ഡിറ്റർമിനന്റ് 3 മൈനസ് ലാംഡ 1 മൈനസ് 1 2 2 മൈനസ് ലാംഡ. ആ ഡയഗണൽ എൻട്രീസിൽ നിന്ന് മാത്രം ലാംഡ കുറയ്ക്കുന്നു, ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതും. അതിന്റെ ഡിറ്റർമിനന്റ് 3 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ പ്ലസ് 2,
ഞാൻ ഒറ്റയടിക്ക് എഴുതിയുള്ളൂ ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 2 2 മൈനസ് ലാംഡയെ മൈനസ് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് 2 ഇൻറ്റു മൈനസ് 1 then മൈനസ് 1 ഇൻറ്റു മൈനസ് 2 ലാംഡ പ്ലസ് 2 then മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 2 ഇൻറ്റു 2 മൈനസ് ലാംഡ. ഇങ്ങനെ കണ്ട് നോക്കിയാൽ പോരാ, എഴുതി തന്നെ അത് പരിശീലിക്കണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിന്നു പോകും. പിന്നെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എല്ലാ ടേംസും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആദ്യം മൈനസ് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ മൈനസ് ഓഫ് മൈനസ് 2 ലാംഡ എന്ന് എഴുതുന്നു. അപ്പൊ പ്ലസ് 2 ലാംഡ, ഇവിടെ മൈനസ് 2 എന്ന് വരുന്നു, ഇവിടെ മൈനസ് 4, ഇവിടെ മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 4 ആണ്, ആ മൈനസും പ്ലസ് ആവുന്നു. അത് സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ വരും. അതായത് ലാംഡ ക്യൂബ് ഉണ്ടായിരിക്കും. 3/3 മെട്രിക്സ് ആകുമ്പോൾ ജനറലി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ടുള്ള ഇക്വേഷനാണ് വരിക. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും, ഡിഗ്രി 3 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കും. അപ്പൊ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ക്യൂബ് മൈനസ് 5 മൈനസ് ലാംഡ ക്യൂബ് എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ത്രൂ ഔട്ട് മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ. ലാംഡ ക്യൂബ് മൈനസ് 5 ലാംഡ സ്ക്വയർ പ്ലസ് 8 ലാംഡ മൈനസ് 4 ഈക്വൽ ടു 0. കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ക്യൂബിക് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് 1 സൊല്യൂഷൻ ആണോ, മൈനസ് 1 ആണോ, 2 ആണോ, മൈനസ് 2 ആണോ, അത്തരം സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് കൊടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ 1 ലാംഡയ്ക്ക് പകരം 1 എന്ന് കൊടുത്താൽ 1 മൈനസ് 5 പ്ലസ് 8 മൈനസ് 4 എന്ന് പറയുന്നത് 0 ആണ്. അതിന്റെ അർത്ഥം 1 എന്ന് പറയുന്നത് അതിന്റെ ഒരു റൂട്ടാണ്. അപ്പോൾ ഒരു റൂട്ട് 1 ആണെന്ന് കിട്ടി. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആളെ കണ്ടുപിടിക്കാൻ സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിക്കാം. ഈ പോളിനോമിയലിന്റെ കോഎഫിഷ്യൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1 മൈനസ് 5 8 മൈനസ് 4 കിട്ടിയൊരു റൂട്ട് 1 ഇവിടെ 0 എന്ന് എഴുതും. എന്നിട്ട് ഈ 1ഉം 0യും കൂടി ആഡ് ചെയ്തിട്ടുള്ള 1 ഇവിടെ എഴുതും. ഈ 1നെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അത് ദാ ഇവിടെ എഴുതും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും, അപ്പൊ മൈനസ് 4. ഇനി ഈ മൈനസ് 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ മൈനസ് 4. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും, അപ്പൊ 4. ആ 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 4. അവസാനം 0 വരും കൃത്യമായിട്ട്. കാരണം ഈ 1 റൂട്ട് ആയതുകൊണ്ട് നമുക്ക് അത് 0 വരും. അതിന്റെ അർത്ഥം ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 0 എന്നാണ്. കാരണം ഈ പോളിനോമിയലിനെ നമ്മൾ ലാംഡ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് ചെയ്യുന്നത്. ആ ഡിവിഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന്. അതൊരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആയതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. അല്ലെങ്കിൽ അത് ലാംഡ മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ്. ലാംഡ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 2 ആണ്. ഓൾറെഡി ലാംഡ ഈക്വൽ ടു 1 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 ഐഗൻ വാല്യൂസ് ആണ് അതിനുണ്ടാവുക, 1ഉം 2. ക്ലിയർ ആണോ? സിന്തറ്റിക് ഡിവിഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞത്. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ലല്ലോ. ദെൻ ഒരു പ്രോബ്ലം കൂടി ഞാൻ ഇലിസ്ട്രേറ്റ് ചെയ്യാം. 3/3 മെട്രിക്സ് തന്നെയാണ്. 5 മൈനസ് 6 മൈനസ് 6 മൈനസ് 1 4 2 3 മൈനസ് 6 മൈനസ് 4. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ. ഡയഗണൽ എൻട്രീസിൽ നിന്നൊക്കെ ലാംഡ കുറയ്ക്കുക, ബാക്കിയല്ല അതേപോലെ തന്നെ എഴുതുക. ദെൻ ഡിറ്റർമിനന്റ് കാണുന്നു 5 മൈനസ് ലാംഡ ഇൻറ്റു, ഇത് സിംപ്ലിഫൈ ചെയ്ത് ഞാൻ എഴുതിയതാണ് കേട്ടോ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് 4 മൈനസ്, യഥാർത്ഥത്തിൽ ഇതില് 4 മൈനസ് ലാംഡ മൈനസ് 4 പ്ലസ് ലാംഡ എന്നൊക്കെയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അത് സിംപ്ലിഫൈ ചെയ്ത് ഓഫ് കോഴ്സ് പ്ലസ് 12 എന്നും കൂടി വരും. അത് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കണം. ദെൻ പ്ലസ് 6 ഇൻറ്റു, ഇതും സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, ലാംഡ മൈനസ് 2. അപ്പൊ ഇത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എന്നുള്ളത്. അങ്ങനെ കിട്ടിയാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനെ എല്ലാ ടേംസും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂബിക് പോളിനോമിയൽ എഴുതുന്നു. ക്യൂബിക് പോളിനോമിയൽ ഇങ്ങനെ കിട്ടും. അപ്പൊ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലാംഡ ഞാൻ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു, അത്രേ ഉള്ളൂ. കാരണം മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 5 ലാംഡ സ്ക്വയർ മൈനസ് 8 ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 0 എന്റെ റൂട്ട്സ് തന്നെയാണ്. അതിനെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എന്റെ റൂട്ട്സ്. അതുകൊണ്ട് ലാംഡ ക്യൂബ് മൈനസ് 5 ലാംഡ സ്ക്വയർ പ്ലസ് 8 ലാംഡ മൈനസ് 4 ഈക്വൽ ടു 0. ഇവിടെയും ഭാഗ്യവശാൽ 1 എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് ആണെന്ന് കിട്ടും. സെയിം പ്രോബ്ലം ആണോ അത്? 1 ഒരു റൂട്ട് ആണെന്ന് കിട്ടും. 1 റൂട്ട് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ സിന്തറ്റിക് ഡിവിഷൻ 1 മൈനസ് 5 8 മൈനസ് 4. എനിക്ക് തോന്നുന്നു നേരത്തെയുള്ള അതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടുക എന്ന് തോന്നുന്നു അല്ലേ? ഈവൻ ദോ മെട്രിക്സ് ഡിഫറന്റ് ആണ് എങ്കിലും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ലാംഡ മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 5 ലാംഡ സ്ക്വയർ മൈനസ് 8 ലാംഡ പ്ലസ് 4 എന്ന് കിട്ടണം. അപ്പൊ സെയിം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സെയിം തന്നെയാണ് കിട്ടുന്നത്, മെട്രിക്സ് മാത്രമേ. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ സിന്തറ്റിക് ഡിവിഷൻ നടത്തി നമുക്ക് 2 എന്ന് പറയുന്നത് റൂട്ട് ആണെന്ന് കിട്ടും. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് 1ഉം 2ഉം ആണ് എന്ന് നമുക്ക്